അങ്ങനെ ഒരു പുതിയ ഡിഗ്രി പ്രിലിമിനറി കാലം കൂടി വരവായി. പുതിയ കുറേ പരീക്ഷകൾ ഡിഗ്രി നിലവാരത്തിൽ നിങ്ങളെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. പരീക്ഷാ കലണ്ടർ വന്നു, പുതുവർഷമായി, അങ്ങനെ കുറേ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ട്. എങ്കിലും പരീക്ഷകളുടെ താളത്തിലെ വ്യത്യാസം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വരുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയെ എങ്ങനെ നേരിടണമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? ഏത് രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് പ്രയോഗിക്കേണ്ടത്? 2023, 24, 25 വർഷങ്ങളിലെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകളും മെയിൻസ് പരീക്ഷകളും ഒക്കെ ക്ലിയർ ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്ത് സ്ട്രാറ്റജിയാണ് ഈ എക്സാമുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്? അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമാക്കാനായിട്ട് പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി ഒരു പക്ഷേ എല്ലാവർക്കും ഉപയോഗപ്പെടണമെന്നില്ല. പകരം ഇതിനകത്തിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ, നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന, ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില സംഗതികളെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. അപ്പൊ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. പയറ്റി വന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു വന്ന ആ ശൈലികൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന ധാരണയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും പോലെ ചില കാര്യങ്ങൾ, മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഒരു ഓഫ്ലൈൻ സെന്റർ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആദ്യം ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി കുറച്ച് ആളുകൾ ഒരു 2 മാസം ഒരു മോർണിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അവിടെ കാര്യങ്ങൾ പോയില്ല. ഒരു സബ്ജക്റ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും അടുത്തൊരു സബ്ജക്റ്റ് കിട്ടിയത് 1 മാസത്തിന് ശേഷമൊക്കെ അല്ലെങ്കിൽ 2-3 ആഴ്ചകൾക്ക് ശേഷമൊക്കെ ആയിരുന്നു. ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ആ ടോപ്പിക്കുകൾ പഠിക്കുന്നു എന്ന് തോന്നി. അതേപോലെ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്ന് തോന്നിയില്ല. 2 മാസം ഞാൻ പോയി, അതിനുശേഷം ഞാൻ അവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ അമൽ സാറിനെ കണ്ടുമുട്ടുന്നത്. ഒരു നല്ല ഗൈഡൻസ് എനിക്ക് അമൽ സാറിൽ നിന്ന് കിട്ടി. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിക്കണം, ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ ആരംഭിക്കാനായിട്ട് തുടങ്ങി. ഒറ്റയ്ക്കാണ് ആരംഭിക്കുന്നത്. ആ സമയത്ത് ഞാനൊരു ഓൺലൈൻ കോഴ്സ് മാത്രമാണ് എടുത്തത്. ആ രീതിയിൽ ഞാൻ ബാക്കിയുള്ള സമയമൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ അന്ന് വേറെ ജോലികളൊന്നും ചെയ്തിരുന്നില്ല. 10 മണിക്കൂറെങ്കിലും പഠിക്കുമായിരുന്നു. അപ്പം 10ൽ കൂടുതൽ എത്ര പഠിക്കാൻ പറ്റുമോ എന്നായിരുന്നു ഞാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് 12 മണിക്കൂറും 15 മണിക്കൂറും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം മിനിമം 10 മണിക്കൂർ ഞാൻ ഉറപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും ആ 10 മണിക്കൂർ പഠനം നടത്തിയിട്ടുണ്ട്. അത് വയ്യാതിരുന്ന സമയത്തും മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ള സമയത്തും കൃത്യമായി ഈ 10 മണിക്കൂർ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പം 10 മണിക്കൂർ എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. ഈ ഒരു വിജയം നിങ്ങൾ നിർണ്ണയിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷ നിർണ്ണയിക്കേണ്ടത് പ്രധാനമായിട്ടും ക്വാളിഫയിങ് പേപ്പർ എന്ന കാറ്റഗറിയിലാണ്. ഒരിക്കലും റാങ്ക് നേടുക എന്ന ലക്ഷ്യത്തോടെ അല്ല പ്രിലിംസിനെ സമീപിക്കേണ്ടത്, ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 1.25 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർഗം, അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക, ഇത് മാത്രമാണ് പ്രിലിമിനറി പരീക്ഷ കൊണ്ട് ലക്ഷ്യം വെക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര മണിക്കൂറാണോ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക, ചിലർ വീട്ടമ്മമാരായിരിക്കും, ചിലർ ജോലിക്ക് പോകുന്നവരായിരിക്കും, മറ്റു ചില ആളുകളാണെങ്കിൽ മറ്റു തിരക്കുകളുള്ള ആളുകളായിരിക്കാം, അല്ല എങ്കിൽ മുഴുവൻ സമയം പഠിക്കുന്നവരായിരിക്കാം. നിങ്ങൾക്ക് എത്ര സമയമാണോ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുക, അത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയി അത്രയും സമയം പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും അതിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഒന്നാമത് ഞാൻ ചെയ്ത കാര്യം. നിങ്ങൾക്കും നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരിക്കും. രണ്ടാമത്തത്, എനിക്ക് കിട്ടിയ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നതും ആ കൺസിസ്റ്റൻസി തന്നെയാണ്. രണ്ടാമത് ഞാൻ ചെയ്തത് 3 പ്രധാനപ്പെട്ട റൂളുകളായിരുന്നു. അതിലൊന്ന് പഠനമാണ്. നോർമലി നമ്മൾ എല്ലാവരും പഠിക്കും പോലെ ക്ലാസ്സുകൾ കാണാനും അതേപോലെ തന്നെ നോട്ട് വായിക്കാനുമായിട്ട് ഞാൻ ഒരു നിശ്ചിത സമയം എല്ലാ ദിവസവും മാറ്റിവെച്ചു. അതിൽ ഞാൻ എൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള, ഞാൻ സെറ്റ് ചെയ്ത സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അതിലേക്ക് ഉൾപ്പെടുത്തുമായിരുന്നു. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് എല്ലാ ദിവസവും പ്രാധാന്യം നൽകുമായിരുന്നു. വൊക്കാബുലറി ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കാനും മാത്സ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു സമയം മാറ്റിവെച്ചു. അപ്പൊ ഇത് എൻ്റെ യൂഷ്വൽ ടൈമിൽ ഞാൻ മാറ്റിവെച്ചതാണ്. അതായത് എനിക്ക് ആകെ 10 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാനായിട്ട് കിട്ടുന്നത് എങ്കിൽ ആ 10 മണിക്കൂറിൽ മിനിമം ഞാൻ 7 മണിക്കൂറെങ്കിലും ഈ പ്രോസസ്സ് ചെയ്യുമായിരുന്നു. തുടക്കത്തിൽ അത് 8 മണിക്കൂറും ഈ പ്രോസസ്സ് ചെയ്യുമായിരുന്നു. പിന്നീട് അതൊരു 7 മണിക്കൂറിലേക്ക് മാറ്റി. ഈ 8 മണിക്കൂർ തുടക്കത്തിൽ പഠിക്കുന്നവർ 8 മണിക്കൂർ
പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിലൊരു 4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെ ക്ലാസ് കാണുന്നതിന് വേണ്ടിയിട്ടും ഒരു 3 മണിക്കൂർ ഞാൻ ഈ നോട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഞാൻ ഈ നോട്ട് വായിക്കുമ്പോൾ 3:2:1 റൂൾ അപ്ലൈ ചെയ്യും. അതായത് 3 തവണ ഇത് വായിക്കും. ഒരു തവണ മനസ്സിരുത്തി വായിക്കും, രണ്ടാമത്തെ തവണ വേഗത്തിൽ വായിക്കും, മൂന്നാമത്തെ തവണ വേഗത്തിൽ വായിക്കും. അതിനുശേഷം 2 തവണ ഇത് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കും. അത് വേറൊരു സമയത്തായിരിക്കും ചെയ്യുക. അവസാനം ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് എഴുതി നോക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പൊ ഇതിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് മാറ്റം എൻ്റെ പഠനത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ചെയ്തിരുന്നത്, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നിരുന്നത് റിവിഷനാണ്. എല്ലാ ദിവസവും ഞാൻ റിവിഷൻ ചെയ്യുമായിരുന്നു. ആദ്യ സമയങ്ങളിൽ 1 മണിക്കൂർ ഞാൻ റിവിഷന് വേണ്ടി മാറ്റിവെക്കും. അതായത് എല്ലാ ദിവസവും ആ ദിവസം പഠിച്ചതും അതിന് മുമ്പത്തെ ദിവസം പഠിച്ചതുമായ കാര്യങ്ങൾക്ക് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. ആ ഷോർട്ട് നോട്ട് വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും വേഗത്തിൽ വായിക്കാനായിട്ട് സമയം മാറ്റിവെച്ചു. ഇത് എനിക്കുണ്ടായ റിസൾട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച കാര്യമാണ്. പല കാര്യങ്ങളും എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഓർമ്മയോടിരിക്കുന്നുവെങ്കിൽ അതിനൊറ്റ കാരണം ഈ റിവിഷനാണ്. മൂന്നാമത്തത് മോക്ക് എക്സാം ആണ്. വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന സംഗതിയാണ് പരീക്ഷകൾ ചെയ്യുക എന്നുള്ളത്. മക്കൾ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പരമാവധി പരീക്ഷകൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. അതിലൊരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ മാറ്റിവെച്ചാൽ മതി. ഒരു 10, 20, 30 ചോദ്യങ്ങൾ ഒരു ദിവസം ചെയ്യുക. ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഏത് നിലവാരത്തിലേക്ക് ഉയരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് സമയത്തെ മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഒരു 100 ചോദ്യം ചെയ്യണമെന്നല്ല പറയുന്നത്, ഒരു ദിവസം ഒരു 30 ചോദ്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ പറയുന്ന 3 കാര്യങ്ങൾ SRM റൂള് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതിന് സംശയം വേണ്ട. സ്റ്റഡി, റിവിഷൻ ആൻഡ് മോക്ക് എക്സാം. മൂന്നാമത്തെ ഞാൻ കൃത്യമായി ഫോളോ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു വിഷൻ ബോർഡ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫിക്സ് ചെയ്തിരുന്നു ഇന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, പഠിക്കുമായിരുന്നു, ഇന്ന സമയത്ത് ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചിട്ട എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു ഡെയിലി പ്ലാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ വിഷൻ ബോർഡ് വെച്ചിട്ടാണ് ഞാൻ പോയത്. 2025 എനിക്ക് ജോലിയിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു. ഞാൻ അത് നേടുകയും ചെയ്തു. സർവീസിൽ കയറിയില്ല എന്ന് മാത്രം. അതായത് സർവീസിലേക്ക് ഉള്ള അപ്പോയിൻമെന്റ് ഞാൻ സ്വീകരിച്ചിട്ടില്ല, എക്സ്റ്റൻഷനിലാണെന്ന് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പഠനത്തിൽ ഇരിക്കാൻ പറ്റുമോ അതൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് ഇരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ പറഞ്ഞ ഓരോ കാര്യവും സൂപ്പർ നോട്ട്സിന്റെ കോഴ്സുകളിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ ദിവസവും ചെയ്തു നോക്കാനായിട്ട് മോക്ക് എക്സാമുകൾ കൃത്യമായിട്ട് തരുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്. നോട്ട്സ് വായിക്കാനായിട്ട് നോട്ടുകൾ തരുന്നുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണവും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കോഴ്സുകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. അതിനോടൊപ്പം നിങ്ങൾ ഒരുപാട് റിസോഴ്സസിനെ ആശ്രയിക്കാൻ പോകരുത്. നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നതിന് കാരണമാകും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിസോഴ്സസിനെ വിശ്വസിക്കുക, ആ റിസോഴ്സസിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക. ഒരുപാട് റിസോഴ്സുകളാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഏത് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും. ഇത് പഠിക്കാൻ ഒരു ബുക്ക് എടുക്കുമ്പോൾ മറ്റൊരു ബുക്ക് കാണും, അപ്പൊ അത് പഠിച്ചാലോ എന്ന് ആലോചിക്കും, അത് കഴിയുമ്പോൾ വേറൊന്ന് നോക്കും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിറയും. അതുകൊണ്ട് റിസോഴ്സുകളെ കൃത്യമായിട്ട് ലിമിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. 1, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. 2, SRM റൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. 3 എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ലിമിറ്റഡ് റിസോഴ്സിൽ വിശ്വസിക്കാം. ഈ മെത്തേഡുകളിലൂടെയൊക്കെ നിങ്ങൾ പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും 2026 പ്രിലിംസ് നിങ്ങൾക്കുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് അമൽ സാറിന്റെ മെന്റർഷിപ്പിലുള്ള ഒരു മെന്റർഷിപ്പ് ബാച്ച്, ഡിഗ്രി ലെവൽ മെന്റർഷിപ്പ് ബാച്ച്, ഗോൾഡ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യുക. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ ഡെമോ ക്ലാസ്സുകളും അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും എല്ലാം കണ്ട് ആ ക്ലാസ്സിന്റെ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞ് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 8281223366 നമ്പറിലോട്ട് വിളിച്ചാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒറ്റ ഉറപ്പ് മാത്രം തരാം, കൃത്യമായ മെന്റർഷിപ്പോടെ, കൃത്യമായ ഗൈഡൻസോടെ
ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കുന്നുവെന്ന് മനസ്സിലാക്കി, നിങ്ങൾ ചെയ്യുന്ന പരീക്ഷകൾ മനസ്സിലാക്കി, ഓരോ ആഴ്ചയിലും നിങ്ങളെ വിളിച്ച്, ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് മെന്റർഷിപ്പ് സെഷനുകൾ ഇട്ട്, ഓരോ ആഴ്ചയിലും മോട്ടിവേഷനുകൾ സെഷനുകൾ ഇട്ട് ഒരു കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചിന് സാധിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. കുറച്ച് സീറ്റുകളേ ഉള്ളൂ. ഏറിയാൽ അധികം താമസിക്കാതെ തന്നെ ആ ബാച്ച് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. 2026 നിങ്ങൾ വിജയം നേടുന്നത് ഞങ്ങളിലൂടെയായിരിക്കും.